ഏതാണ്ട് 57 വയസ്സുള്ളൊരു അമ്മാവൻ ആശുപത്രി കിടക്കയിൽ നിലവിളിച്ച് ഉരുണ്ട് പിരണ്ട് അസ്വസ്ഥനായി തൻ്റെ മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ബ്രെയിന് ഡാമേജായി ഹൃദയത്തിനും തകരാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിരിക്കുന്നു, അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ് തൻ്റെ ഉള്ളിലെ വേദന, അസ്വസ്ഥത ഒന്നും പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ, ദയനീയമായിട്ടുള്ള കാഴ്ച. എന്തായാലും ഒരു മനുഷ്യനാണ്, പ്രായമുണ്ട്, എങ്കിലും നരകയാതന അനുഭവിക്കാൻ ഉരുണ്ട് പരണ്ട് കട്ടില്ല. എങ്കിലും ഈ മനുഷ്യൻ തൻ്റെ ജീവിതം തനിക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വാർത്ഥമായിട്ട് ചെയ്തു തീർത്തു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റാരും തന്നെ നന്നാവുന്ന ഇഷ്ടമല്ലാത്തൊരു സ്ത്രീയാണ്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെ അടുത്തിരിപ്പുണ്ട്. എങ്കിലും ഭൂമി ജീവിതം ധന്യമാക്കേണ്ടതുണ്ട് എന്നതാണ് വാസ്തവികത. ഇവിടെയാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷന്റെ പ്രാധാന്യം. ഭൂമിയിൽ നാം വന്നു, കുറച്ചു കാലത്തേക്ക് ഇവിടെ ഉണ്ട്, തിരികെ നമ്മൾ പോകുന്നവരാണ്. നാം എല്ലാവരും ഈ അവസ്ഥയ്ക്ക് വിധേയരായേക്കാം. അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് കർമ്മശുദ്ധി നേടാം. മനസ്സിലെ സ്വാർത്ഥത ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിസ്വാർത്ഥമായ മനസ്ഥിതി, മറ്റാർക്കും ഒരു ദ്രോഹവും ഉണ്ടാകേണ്ട, നല്ലത് മാത്രം വരട്ടെ എന്ന ചിന്താഗതി, തീർത്തും സ്പിരിച്വൽ ആയിട്ടുള്ള എന്നാൽ ഭൂമി ജീവിതം പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന മനസ്ഥിതിയും, അതിലൂടെ മനസ്സിനും ആരോഗ്യത്തിനും പൂർണ്ണത ഒരു നല്ല രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും ഏറെ നമുക്ക് അനുഭവിച്ച് ഭൂമി ജീവിതം നല്ലതാക്കി തീർക്കാം. അപ്പോൾ മരണത്തിനപ്പുറമായി നമ്മുടെ ഭൂമി ദിനങ്ങൾ മാറ്റാം. അതാണ് ഉക്കുലേലെ മെഡിറ്റേഷൻ. ഞാൻ കൊല്ലം മൈത്തലിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. ഉക്കുലേലെ മെഡിറ്റേഷൻ നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തേൽ ഉണ്ട്. നിങ്ങൾ വരൂ, അനുഭവിക്കൂ. എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, അനുഭവിക്കാൻ സാധ്യമാകുള്ളൂ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാട്, മനോഭാവം മാറിയിരിക്കും. തുടർന്നുള്ള ശിഷ്ടജീവിതം നിങ്ങൾ വളരെ ഏറെ ശക്തമായിട്ട്, ഊർജ്ജസ്വലതയോടെ, ഉന്മേഷത്തോടെ, അർത്ഥപൂർണ്ണം നയിക്കും, ഗ്യാരണ്ടി. അതാണ് ഉക്കുലേലെ മെഡിറ്റേഷൻ. വരിക, വെൽക്കം.